നാട്ടിലെ ഉത്സവ സമയത്ത് സുഹൃത്തുമായുണ്ടായ ഒരു തർക്കം. ആ തർക്കമൊടുക്കം കലാശിച്ചത് കൊലപാതകത്തിലാണ്. 30-കാരനായ ജോൺ ഗാഗ്രിയുടെ മൃതദേഹം പല കഷ്ണങ്ങളായി ജാർഖണ്ഡിലെ ചൈബാസയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ പോലീസ് പോലും കരുതി കാണില്ല ഇതിന് പിന്നിൽ ഇത്ര വലിയ ഞെട്ടിക്കുന്ന ഒരു കഥയുണ്ടെന്ന്. ഓഗസ്റ്റ് 2, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അർഗുണ്ടി ഗ്രാമത്തിലെ കോട്സോണ നദിയിൽ തലയില്ലാത്തതും കൈകാലുകളില്ലാത്തതുമായ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഗ്രാമവാസികളുടെ അടക്കം സഹായത്തോടെ മൃതദേഹത്തിന്റെ ശരീരഘടനയും വസ്ത്രധാരണവും ഒക്കെ നോക്കി കൊല്ലപ്പെട്ടത് അർഗുണ്ടി ഗ്രാമവാസിയായ 30-കാരനായ ജോൺ ഗഗാറായാണെന്ന് കണ്ടെത്തി. തുടർന്ന് ചൈബാസ പോലീസ് സ്റ്റേഷനിലെ ഡോഗ് സ്ക്വാഡിന്റെയും ഗ്രാമവാസികളുടെയും ഒക്കെ സഹായത്തോടെ മുറിച്ചുമാറ്റിയ കൈകാലുകളും പോലീസ് കണ്ടെത്തി. പിന്നീട് എത്ര തെരഞ്ഞിട്ടും മുറിച്ചുമാറ്റപ്പെട്ട ജോൺ ഗഗാറായുടെ തല കണ്ടെത്താൻ അന്ന് പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ജോണിന്റെ പിതാവ് ഗോപിനാഥ് ഗഗാറായി നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. सूचना को मिलते हुए मुफस्सिल थाना द्वारा जब घटनास्थल पर प्रस्थान किया गया तो बिना सरोपा होने के कारण उसका पहचान ग्रामीणों के माध्यम से कराया गया. तो उसकी पहचान अरगुंडी निवासी जॉन गागराई के रूप में हुई और इसमें पुलिस केंद्र से डॉग स्क्वाड और ग्रामीणों की सहायता से शव के अन्य हिस्सों की तलाश की गई. काफ़ी प्रयास के बाद उसका दोनों हाथ और दोनों पैर बरामद किया जा सका, लेकिन सर की बरामदगी नहीं हो सकी. इस संबंध में मृतक के पिता गोपीनाथ गागराई के बयान पर मुफस्सिल थाना में कांड संख्या 103/2026 दर्ज किया गया और मामले की संवेदनशीलता को देखते हुए पुलिस अधीक्षक महोदय द्वारा एक विशेष टीम का गठन किया गया. विशेष टीम द्वारा त्वरित रूप से अनुसंधान करते हुए और इस मामले में तकनीकी एवं अन्य माध्यमों से अनुसंधान करते हुए छापामारी करते हुए इस घटना में जो मृतक के साथ अंतिम समय में था उदय जामू था, उसे हिरासत में लिया गया और उससे गंभीर कठोरतापूर्वक पूछताछ करने से उसके बारे में बताया गया कि उसने आपसी रंजिश में अपने अन्य 8 साथियों की मदद से उसकी कुल्हाड़ी और हंसुआ से उसकी हत्या कर दी. ജോൺ കൊല്ലപ്പെടാനുണ്ടായ കാരണമായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. കഴിഞ്ഞ വർഷം ഗ്രാമത്തിലെ മാഘ ഉത്സവത്തിനിടെ ജോണും സുഹൃത്ത് ഉദയ് ജമുദയും നിസ്സാരമായൊരു കാര്യത്തിൽ തർക്കമുണ്ടായി. അവിടെ വായിച്ചുകൊണ്ടിരുന്ന ഒരു പരമ്പരാഗത വാദ്യോപകരണം നിർത്തിവെച്ച് ജോൺ DJ സോങ് പ്ലേ ചെയ്യാൻ പറഞ്ഞതായിരുന്നു അന്നത്തെ തർക്കത്തിന് കാരണം. ഈ തർക്കമാണ് 1 വർഷം കാത്തിരുന്ന ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. സുഹൃത്ത് ഉദയും മറ്റ് 8 കൂട്ടാളികളും ചേർന്ന് ജോണിനെ കോടാലിയും അരിവാളും ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം തെളിവ് നശിപ്പിക്കാനായി അവർ ജോണിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി നദിയിലേക്ക് എറിഞ്ഞു. വെട്ടിമാറ്റിയ തലയാകട്ടെ കുറച്ചകലെയുള്ള കിണറ്റിലേക്കും. ഈ കിണറ്റിൽ നിന്ന് പിന്നീട് ജോണിന്റെ വെട്ടിമാറ്റിയ തല കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഉദയെ ചോദ്യം ചെയ്തതിലൂടെ ഇതേ കിണറ്റിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച മറ്റായുധങ്ങളും പോലീസ് കണ്ടെത്തി. രാംസിംഗ് ജമുദ എന്ന സിക്കന്ദർ ജമുദ, ഗണേഷ് ജമുദ, നാർദേ ജമുദ, ഉദയ് ജമുദ എന്നിവരെയാണ് നിലവിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 പ്രതികൾക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ജോണിനെ കൊലപ്പെടുത്തുന്നതിനിടെ ഉദയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പരിക്കോടെ തന്നെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.